Dear students, current electricity എന്ന ചാപ്റ്ററിലെ NCERT എക്സസൈസ് സൊല്യൂഷൻസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ രണ്ട് വീഡിയോയിലായിട്ട് 16 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ വി ക്യാൻ ഗോ വിത്ത് ദ 17th ക്വസ്റ്റ്യൻ. വാട്ട് കൺക്ലൂഷൻ ക്യാൻ യു ഡ്രോ ഫ്രം ദ ഫോളോയിങ് ഒബ്സർവേഷൻസ് ഓൺ എ റെസിസ്റ്റർ മെയ്ഡ് ഓഫ് അലോയ് മഗ്നാനിൻ? അപ്പം മഗ്നാനിൻ അലോയി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടത്തെ തന്നിരിക്കുന്ന കറണ്ട് പൊട്ടൻഷ്യൽ ഗ്രാഫ് ബേസ് ചെയ്തിട്ട് നമുക്കൊരു ഗ്രാഫ് വരയ്ക്കാൻ ശ്രമിച്ചാൽ, സി ഇവിടുത്തെ കറണ്ട് അതോടൊപ്പം പൊട്ടൻഷ്യൽ, ജസ്റ്റ് ഡിവൈഡ് ദാറ്റ് പൊട്ടൻഷ്യൽ ബൈ ദാറ്റ് കറണ്ട്, നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 19.7. അതേ വാല്യൂ തന്നെയാണ് ഇഫ് വി ഡിവൈഡ് ദാറ്റ് 15.7 ബൈ 0.8 ഓർ 98.6 ബൈ 5, ദാറ്റ് മീൻസ് വി ബൈ ഐ ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമ്മളൊരു ഗ്രാഫ് വരച്ചാൽ ഇൻ ബിറ്റ്വീൻ ദാറ്റ് പൊട്ടൻഷ്യൽ ആൻഡ് ദാറ്റ് കറണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയാം ദ കർവ് എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ കർവ് ആയിരിക്കും. ദാറ്റ് മീൻസ് നമ്മുടെ മഗ്നാനിൻ അലോയ് എന്ന് പറയുന്നത് ഒരു ഓമിക് കണ്ടക്ടർ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. ഇതാണ് നമുക്ക് ആദ്യത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കൺക്ലൂഷൻ. രണ്ടാമത്തെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് നമുക്കതിൻ്റെ ഡിവിഷൻ അല്ലെങ്കിൽ സ്ലോപ്പ് നമ്മൾ കൺസിഡർ ചെയ്താൽ we get the resistance as 19.7 ohm. So that is the very important another conclusion. So we can move with question number 18. Answer the following questions. A steady current flows in a metallic conductor of the non-uniform cross section. അപ്പോൾ ഒരു വ്യത്യസ്ത ഏരിയ ക്രോസ് സെക്ഷൻ ഉള്ള ഒരു കണ്ടക്ടറിനെ കുറിച്ച് പറയുകയാണ്. Which of the quantities is constant along the conductor? The current density, the electric field, the drift speed. അപ്പോൾ നമുക്കറിയാവുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ലൈക്ക് ദ വാട്ടർ ഫ്ലോ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂവിറ്റി മാതിരി നമുക്ക് പറയാം. ദ ചാർജ് ഫ്ലോയിങ് പെർ സെക്കൻഡ്, ദാറ്റ് ഈസ് ദ കറണ്ട്, അത് നമുക്ക് ഉറപ്പായിട്ടും കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. രണ്ടാമത് കറണ്ട് ഡെൻസിറ്റി. We know J is equal to the current division by area. അപ്പോൾ J എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു 1/A ആണ്. ഏരിയ കൂടുമ്പോൾ നമുക്ക് കറണ്ട് ഡെൻസിറ്റി കുറവുന്നതായിട്ട് നമുക്ക് പറയാം. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. അപ്പോൾ J എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് അല്ല. ദെൻ ദ തേർഡ് വെരി ഇമ്പോർട്ടൻ്റ് വൺ ഈസ് വാട്ട് ഈസ് ഇലക്ട്രിക് ഫീൽഡ്. നമ്മുടെ വെക്ടർ ഫോം ഓഫ് ഓംസ് ലോ നമുക്കറിയാം J is equal to sigma into E. That means E proportional to J, but J proportional to 1/A. So electric field is not a constant. So അടുത്ത ഫോർത്ത് ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നത് ഇറ്റ് ഈസ് ദ ഡ്രിഫ്റ്റ് സ്പീഡ്. നമുക്കറിയാം I is equal to NEAVD. അവിടെ VD എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു 1/A ആയിട്ട് പറയാം. വീണ്ടും ഡ്രിഫ്റ്റ് സ്പീഡും ഈസ് നോട്ട് എ കോൺസ്റ്റൻറ്റ്. സോ നമുക്ക് കറണ്ട് മാത്രമാണ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന പാരാമീറ്റർ. നൗ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞിരിക്കുന്നത് സി ദ സെക്കൻഡ് ഓപ്ഷൻ ബി. ഈസ് ഓംസ് ലോ യൂണിവേഴ്സലി ആപ്ലിക്കബിൾ ഫോർ ഓൾ കണ്ടക്റ്റിംഗ് എലിമെൻറ്റ്സ്? ഇഫ് നോട്ട് ഗീവ് എക്സാമ്പിൾസ് എലിമെൻറ്റ്സ് ദാറ്റ് ഡു നോട്ട് ഒബൈ ഓംസ് ലോ. അവിടെ ഓംസ് ലോ എന്ന് പറയുന്നത് ഒരിക്കലും നോട്ട് യൂണിവേഴ്സലി ആപ്ലിക്കബിൾ, എല്ലാ കണ്ടക്റ്റിംഗ് എലിമെൻറ്റ്സിനും അത് ആപ്ലിക്കബിൾ അല്ല. സോ നോട്ട് യൂണിവേഴ്സൽ. കാരണം അതിന് ബെസ്റ്റ് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഈസ് നത്തിങ് ബട്ട് അവർ നോൺ ഓമിക് കണ്ടക്ടേഴ്സ്, എസ്പെഷ്യലി നമ്മളുടെ ഡയോഡ്, സെമി കണ്ടക്റ്റിംഗ് ഡയോഡ്സിൻ്റെ നമ്മുടെ ഫോർവേഡ് ബയാസ്ഡ് ഗ്രാഫ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ നമുക്കറിയാം കർവ് ഇറ്റ് ഈസ് ലൈക്ക് ദിസ് വൺ. റിവേഴ്സ് ബയാസ്ഡ് ആയിട്ട് കർവ് വരച്ചാൽ ഇറ്റ് ഈസ് ലൈക്ക് ദിസ് വൺ. സോ അതുകൊണ്ട് തന്നെ യൂണിവേഴ്സലായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. വാട്ട് അബൌട്ട് ദ സി? സി പറയുന്നത് എ ലോ വോൾട്ടേജ് സപ്ലൈ ഫ്രം വിച്ച് വൺ നീഡ്സ് ഹൈ കറണ്ട് മസ്റ്റ് ഹാവ് വെരി ലോ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് വൈ. സോ അവിടെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് I is equal to ഹൈ കറണ്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇ എം എഫ് ഡിവിഷൻ ബൈ ആർ എഫക്റ്റീവ് ആണ്.
അപ്പോൾ അവിടെ ആർ എഫക്റ്റീവ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് പ്ലസ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലോ വോൾട്ടേജ് സപ്ലൈ എന്നാണ്. അപ്പോൾ നമുക്ക് കറണ്ട് മാക്സിമം എത്തണമെന്നുണ്ടെങ്കിൽ അവിടെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കുറച്ചാലേ പറ്റൂ. സോ ദാറ്റ് ഈസ് ദ റീസൺ. സോ ദാറ്റ് അപ്പോൾ ആർ മസ്റ്റ് ബി വെരി ലോ ആയിരിക്കണം എന്ന് വെച്ചാൽ എഫക്റ്റീവ് ആയിട്ടുള്ള ആർ വെരി ലോ ആയിരിക്കണം. അപ്പോൾ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് വളരെ കുറഞ്ഞാൽ മാത്രമേ നമുക്കവിടെ കറണ്ട് കൂടുതലാക്കാൻ പറ്റൂ. സോ ദാറ്റ് ഈസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. വാട്ട് അബൌട്ട് ദ ഡി? A high tension supply of say 6 kilovolt must have very large internal resistance. Why? അപ്പോൾ in order to prohibit the current from exceeding the safety limit, a high tension supply must have large internal resistance. കാരണം ഹൈ റെസിസ്റ്റൻസ് ഇല്ലെങ്കിൽ ഒരു ലിമിറ്റിനപ്പുറം കറണ്ട് കൂടുമ്പോൾ അത് ആ എലിമെൻറ്റുകളെ നമുക്ക് ഇല്ലാതാക്കാനുള്ള സാധ്യതകൾ ഉണ്ട്. അതുകൊണ്ടാണ് in order to protect the device from heavy current, a high resistance, the internal resistance of large values are used in the high tension supply. So that is the concept. So we can move with the question number 19. അലോയ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ. ചൂസ് ദ കറക്റ്റ് ഓൾട്ടർനേറ്റീവ്സ്. അലോയ്സ് ഓഫ് മെറ്റൽസ് യൂഷ്വലി ഹാവ് ഡാഷ് റെസിസ്റ്റിവിറ്റി ദാൻ ദാറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് എലിമെൻറ്റ്സ്. സാധാരണ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മളുടെ നിക്രോം ആയിക്കൊള്ളട്ടെ, മഗ്നാനിൻ ആയിക്കൊള്ളട്ടെ, അവയുടെയൊക്കെ റെസിസ്റ്റിവിറ്റി ഗ്രേറ്റർ ആണ്. Alloys usually have much dash temperature coefficient of resistance. Variation of resistance with the temperature വളരെ ലോ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് അലോയ്സ്. അതുകൊണ്ട് അതിൽ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മുടെ മഗ്നാനിനും കോൺസ്റ്റൻ്റാനും ഒക്കെ വളരെ പ്രധാനപ്പെട്ട എക്സാമ്പിളുകളാണ്. The resistivity of the alloy magnanin is nearly വളരെ ചെറുതായതുകൊണ്ട് we can say independent of with the temperature. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. The resistivity of a typical insulator is greater than that of by a factor of the order of. അപ്പോൾ സാധാരണ രൂപത്തിൽ 10 to the power of 22 ആണെന്നുള്ള കാര്യം ഓർക്കുക. ഈ പവർ തെറ്റാണ്. സോ 10 to the power of 22ൻ്റെ ഓർഡർ ആയിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. So we can move with the question number 20. അപ്പോൾ given n resistors, each of resistance capital R, how will you combine them to get the maximum and the minimum effective resistance? What is the ratio of the maximum to minimum resistance? അവിടെ ആദ്യത്തെ കൺസെപ്റ്റ് നമ്മൾ പറയുന്നത് നമ്മുടെ മനസ്സിൽ വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ്, ടു ഗെറ്റ് ദ മാക്സിമം. നമുക്കറിയാം ആർ ഇൻ സീരീസ് എന്ന് പറയുമ്പോൾ അവിടെ ഇൻഡിവിജ്വൽ വാല്യൂസ് നമ്മൾ ആഡ് ചെയ്യുമെന്ന് നമുക്കറിയാം. അങ്ങനെ n ഈക്വൽ റെസിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ വി ഗെറ്റ് ദ മാക്സിമം വാല്യൂ ആസ് NR. അങ്ങനെയാണെങ്കിൽ മിനിമം വാല്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം അത് പാരലൽ കോമ്പിനേഷൻ ആണ് നമുക്ക് സംഭവിക്കുക എന്ന് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ n ഈക്വൽ റെസിസ്റ്റേഴ്സ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് RP എന്ന് പറയുന്നത് R/N ആയിട്ട് നമുക്ക് കിട്ടും. എങ്കിൽ റേഷ്യോ ഓഫ് ദ മാക്സിമം വാല്യൂ ടു മിനിമം വാല്യൂ എന്ന് പറയുന്നത് ദാറ്റ് RS ഡിവിഷൻ ബൈ RP എന്ന് പറയുന്നത് ദാറ്റ് ഈസ് NR ഡിവിഷൻ ബൈ R/N എന്ന് പറഞ്ഞാൽ ഇറ്റ് ബിക്കംസ് n സ്ക്വയർ. സോ ദാറ്റ് ഈസ് ദ മാക്സിമം ടു മിനിമം കേസ്. അടുത്ത് പറയുന്നത് ഗിവൺ ദ റെസിസ്റ്റൻസ് 1, 2 or 3 ohm. അപ്പോൾ 3 റെസിസ്റ്റേഴ്സാണ് നമുക്കുള്ളത്. R1 ഈസ് ഈക്വൽ ടു 1 ohm, R2 ഈസ് ഈക്വൽ ടു 2 ohm, R3 ഈസ് ഈക്വൽ ടു 3 ohm. How will we combine them to get an equivalent resistance of 11.3, 11.5, 6 ohm and 6 by 11 ohm? അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് കോൺഫിഗറേഷൻസ് ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിച്ചാൽ വി ക്യാൻ മൂവ് വിത്ത് ഫസ്റ്റ് കേസ് ആസ് സെയിം. അപ്പോൾ നമുക്കുള്ളത് ഇവരെല്ലാം സീരീസ് കോമ്പിനേഷൻ ആണെങ്കിൽ നമുക്കറിയാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു R1 എന്ന് പറയും 1 ohm, 2 ohm, 3 ആണ്. സോ R ഇൻ സീരീസ് ഇസ് ഈക്വൽ ടു 6 ohm ആയിട്ട് നമുക്ക് പറയാം. രണ്ടാമത്തെ കേസായിട്ട് ഇതിലേതെങ്കിലും രണ്ടെണ്ണം നമുക്ക് പാരലായിട്ട് എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ 1 ohm ഈസ് ഇൻ സീരീസ് വിത്ത്
അത് 2ഉം നമ്മുടെ 3യും നമ്മുടെ പാരലൽ കോമ്പിനേഷൻ ആണെങ്കിൽ അവിടുത്തെ പാരലൽ എന്ന് പറയുമ്പോൾ ഈ 1 ഓം പ്ലസ് 2ഉം 3യും നമുക്ക് പാരലൽ ആയതുകൊണ്ട് 2 + 3 എന്ന് പറയുമ്പോൾ 5 ആവും. സോ ഈ എഫക്റ്റീവ് വാല്യൂ എന്ന് പറയുന്നത് 6/5 ആണ്. അപ്പോൾ 1 + 6 5 1 + 6/5, സോ 5 + 6, സോ 11/5 ആയിട്ട് അത് മാറുകയാണ്. സോ ദാറ്റ് ഈസ് എ നെക്സ്റ്റ് കേസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ കേസ് നമുക്ക് എന്ത് ചെയ്യാം? തേർഡ് കേസ് എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റേതെങ്കിലും രണ്ടെണ്ണം, അപ്പം 1ഉം 2ഉം നമുക്ക് പാരലായിട്ട് കണക്ട് ചെയ്താൽ, സോ 1ഉം 2ഉം നമുക്ക് പാരലൽ ആയാൽ then it is connected with 3. So 1 into 2 by 1 plus 2 as 3. So that is a 2/3 in series with the 3. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 2/3 + 3 ആകുമ്പോൾ 11/3 എന്ന് നമുക്ക് കിട്ടും. സോ ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് ഓപ്ഷൻ. ഇനി അടുത്ത കണ്ടീഷനായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് സേ ദ ഫോർത്ത് ഓപ്ഷൻ. ദ ഫോർത്ത് വൺ എന്ന് പറയുന്നത് സപ്പോസ് 2 ohm ഈസ് ഇൻ സീരീസ് വിത്ത് പാരലൽ കോമ്പിനേഷൻ ഓഫ് 1 and 3. അപ്പോൾ നമുക്കറിയാം 1ഉം 3യും കൂടെ വരുമ്പോൾ 3/4 ആണ് അല്ലേ. അപ്പോൾ സ്വാഭാവികപരമായിട്ടും 2 ohm ഈസ് ഇൻ സീരീസ് വിത്ത് 3/4. സോ 2 + 3/4, സോ യു ഗെറ്റ് ദ വാല്യൂ. സോ 4 into 8, 8 + 3 is 11/4. ഇനി അടുത്തൊരു കോമ്പിനേഷൻ നമ്മുടെ മനസ്സിൽ വരേണ്ടത് ഈ 3 റെസിസ്റ്റേഴ്സും ദേ ആർ കണക്റ്റഡ് ഇൻ സീരീസ്. ദാറ്റ് ഈസ് 1 2 3. സോ 3 പ്ലസ് നമുക്ക് അതിൻ്റെ എഫക്റ്റീവ് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി 1 into 2 into 3 ഡിവിഷൻ ബൈ 1 into 2 plus 2 into 3 plus 1 into 3. അപ്പോൾ നമുക്ക് കിട്ടുന്ന എഫക്റ്റീവ് വാല്യൂ എന്ന് പറയുന്നത് 6/11 ആയിരിക്കും. ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് നമ്മൾ ശ്രദ്ധയോടെ നോക്കിയാൽ 11.3 ohm, 11/3 ohm. So by connecting 1 and 2 in parallel and then combination is series with 3, then 11.5. So 1 in series with the combination, parallel combination of 2 3, 2 and 3. So that is possible. What about 6 ohm? We get but they are connected in series. What about 6/11 when both are when the 3 elements are connected in parallel? So that is the structure. So we can move with the next concept, that is nothing but that C choice. അപ്പോൾ അവിടെ പറയുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒന്നാം വാട്ട് ഈസ് ദ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ. അപ്പോൾ അവിടെ ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഈ കേസാണ് അല്ലേ. അപ്പോൾ അവിടെ അതിൻ്റെ ഒരു സാമ്പിൾ കേസായിട്ട് എടുത്താൽ 1 ohm 1 ohm അല്ലേ, അത് 2 ohm ആയിട്ട് നമുക്ക് എടുക്കാം. വീണ്ടും 2 ohm 2 ohm ആണ്, അവിടെ 4 ohm ആണ്. അങ്ങനെയുള്ള 1 2 3 4 യൂണിറ്റ്സ്. അപ്പോൾ 4 ടൈംസ് ഓഫ് ദിസ് വാല്യൂ അല്ലേ. അപ്പോൾ അത് 2ഉം 4ഉം നമുക്ക് പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് സോ 4/3. സോ 4 into that 4/3. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് വാട്ട് ഈസ് ദ ആൻസർ ഫോർ ഇറ്റ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 16/3. We get the value as 5.33 ohm. So that is the concept. അടുത്തത് ബീറ്റ് കൺസെപ്റ്റ് വരുമ്പോൾ നമ്മൾ കറണ്ട് ഫ്ലോ നമ്മൾ കൺസിഡർ ചെയ്താൽ ഇവിടുത്തെ എല്ലാ റെസിസ്റ്റേഴ്സും ദേ ആർ കണക്റ്റഡ് ഇൻ സീരീസ്. അതുകൊണ്ട് തന്നെ സോ ദാറ്റ് ഈസ് 1 2 3 4 5. സോ ആർ എഫക്റ്റീവ് എന്ന് പറയുന്നത് ദാറ്റ് 5 ടൈംസ് ഓഫ് ആർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ദേ ആർ ഓൾ ആർ ഇൻ സീരീസ്. So we can move with the question number 21. Determine the current drawn from a 12-volt supply with internal resistance of 0.5 ohm by the infinite network. Each resistor has 1 ohm resistance. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇൻഫിനിറ്റ് ലാഡർ നെറ്റ്വർക്ക് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ അവയുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എക്സ് ആണെന്നിരിക്കട്ടെ എങ്കിൽ ഈ ഒരു സർക്യൂട്ടിൻ്റെ ഒരു യൂണിറ്റ് നമ്മൾ ആ കിട്ടിയ എഫക്റ്റീവ് വാല്യൂവിനോടൊപ്പം നമ്മൾ ആഡ് ചെയ്താലും നമുക്ക് കിട്ടുന്ന എഫക്റ്റീവ് വാല്യൂ ഇൻ ബിറ്റ്വീൻ എ ആൻഡ് ബി എക്സ് തന്നെയായിരിക്കും. ഒരിക്കൽ കൂടെ നമ്മുടെ മനസ്സിൽ വരേണ്ട പോയിന്റ്, ഈ ഒരു ലാഡർ നെറ്റ്വർക്കിലെ ഒരു യൂണിറ്റ് കൺസിഡർ ചെയ്തിട്ട് അത്
നമ്മളുടെ എഫക്റ്റീവ് വാല്യൂ എന്ന് അസ്യൂം ചെയ്യുന്ന എക്സിനോട് ചേർത്താലും നമ്മുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് സെയിം ആയിരിക്കും. കാരണം ഇത് ഒരു ഇൻഫിനിറ്റ് ലാഡർ നെറ്റ്വർക്ക് ആയതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ എ ബിക്ക് ഇടയ്ക്കുള്ള എഫക്റ്റീവ് വാല്യൂ എന്ന് പറയുന്നത് എക്സ് ആണ്. പക്ഷെ അത് എക്സ് എങ്ങനെ കണ്ടുപിടിക്കാം? 1 പാരലൽ വിത്ത് 1 ആൻഡ് എക്സ്, ദെൻ സീരീസ് വിത്ത് 1. അപ്പോൾ നമുക്ക് ആ സർക്യൂട്ട് എന്ന് പറയുന്നത് ഈ തരത്തിലാണ് നമുക്കിരിക്കുക. സോ 1 1 1 1 എക്സ്. അപ്പോൾ ആ സർക്യൂട്ട് എന്ന് പറയുന്നത് 1. ഈ 1 പ്ലസ് എക്സ് എങ്ങനെയായിട്ട് മാറുന്നു? സോ 1 ഇൻറ്റു എക്സ് ബൈ ഡിവിഷൻ ബൈ 1 പ്ലസ് എക്സ് അല്ലേ. അപ്പോൾ ഈ വാല്യൂ എന്ന് പറയുന്നത് എക്സ് ഡിവിഷൻ ബൈ 1 പ്ലസ് എക്സ് ആയിട്ട് മാറുന്നു ഇൻറ്റു 1. അപ്പോൾ ഇവിടെ ഈ 1ഉം 1ഉം എത്രയായിട്ട് മാറി? 2 ആയിട്ട് മാറി അല്ലേ. അപ്പോൾ 2 പ്ലസ് എക്സ് ഡിവിഷൻ ബൈ 1 പ്ലസ് എക്സ്, അതാണ് നമുക്ക് കിട്ടിയ ഇക്വേഷൻ. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് സോൾവ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചാൽ നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനിലേക്ക് അത് മാറുകയാണ്. എങ്ങനെയാണ്? സോ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്താൽ എക്സ് ഇസ് ഈക്വൽ ടു 2 പ്ലസ് എക്സ് 2 പ്ലസ് 2x പ്ലസ് എക്സ് ഡിവിഷൻ ബൈ 1 പ്ലസ് എക്സ്. So 1 that is x plus x square equal to that is 2 plus so once again so we get the value as 2 plus x by 1 plus x is equal to x. So ഇതിനെ നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ 2 plus 2x plus x 2 plus 2x plus x by x plus x square. Okay, fine. X plus x square, that is 2 plus 2x plus x. Or x cancel ആണ്. So we get the solution as x square minus 2x minus 2 equal to 0. നമ്മൾ ഇതിൻ്റെ സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ we get the value as x is equal to 1 plus or minus √3 ohm. അവിടെ നമുക്ക് പോസിറ്റീവ് വാല്യൂസ് മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ട് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 പ്ലസ് √3 ഓം ആയിട്ട് നമുക്ക് കിട്ടും. ആ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് എഫക്റ്റീവ് റെസിസ്റ്റൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ വളരെ ഈസിയോടെ നമുക്ക് കറണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സ്വാഭാവികപരമായിട്ട് I is equal to E ഡിവിഷൻ ബൈ R പ്ലസ് R അല്ലേ. അവിടുത്തെ EMF എന്ന് പറയുന്നത് 12 വോൾട്ട് അല്ലേ. റെസിസ്റ്റൻസ് 1 പ്ലസ് √3 അല്ലേ. ദെൻ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് നമുക്ക് 0.5 ആയിട്ടല്ലേ തന്നിരിക്കുക. So that is equal to solve ചെയ്യുമ്പോൾ we get the answer as 3.715 amperes. So that is the answer. So we can move with the question number next one as 22. The figure shows a potentiometer with a cell of 2 volt and internal resistance of 0.4 ohm maintaining a potential drop across the wire AB. A standard cell which maintains a constant EMF of that 1 volt, 1.02 volt, gives a balance point at 67.3 centimeter. To ensure very low current drawn from the standard cell, a high resistance of 600 ohm is put in series with it, which is shorted close to the balance point. The standard cell is then replaced by a cell of unknown EMF E. The balance point found similarly turns out to be 82.3 centimeter length of wire. Then what is the EMF? അപ്പോൾ നമ്മുടെ ആദ്യത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് പൊട്ടൻഷ്യോമീറ്റർ നമ്മൾ എടുക്കുമ്പോൾ നമുക്കറിയാം E2 by E1 എന്ന് പറയുന്നത് L2 ഡിവിഷൻ ബൈ L1 ആണ്. അപ്പോൾ നമുക്ക് സെക്കൻഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് E1 ഇൻറ്റു L2 ബൈ L1 എടുത്താൽ നമുക്ക് ഉത്തരമായി കഴിഞ്ഞു. ദാറ്റ് ഈസ് 1.02 ഇൻറ്റു 82.3 ബൈ 67.3. സോ വി ഗെറ്റ് as 1.247 വോൾട്ട്. ബി പറയുന്നത് വാട്ട് പർപ്പസ് ഡസ് ദ ഹൈ റെസിസ്റ്റൻസ് ഓഫ് 600 കിലോ ഓം. സോ വളരെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഗാൽവനോമീറ്റർ ഈസ് എ സെൻസിറ്റീവ് ഡിവൈസ്. ക്യാൻ ഫൈൻഡ് അല്ലെങ്കിൽ അത് ഡിഫ്ലക്റ്റ് ചെയ്യുന്നത് വളരെ അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് സെൻസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് വെരി ഫീബിൾ കറണ്ട്. സോ ഇൻ ഓർഡർ ടു പ്രൊട്ടക്റ്റ് ദ ഗാൽവനോമീറ്റർ ഫ്രം ഹെവി കറണ്ട് വി ആർ യൂസിങ് എ ഹൈ റെസിസ്റ്റൻസ് ഇൻ സീരീസ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് പറയുന്നത് ഈസ് ദ ബാലൻസ് പോയിന്റ് അഫക്റ്റഡ് ബൈ ദിസ് ഹൈ റെസിസ്റ്റൻസ്? നോ.
അത് കറണ്ടിനെ ലിമിറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. അത് മറ്റു പ്രശ്നങ്ങൾ അതിൽ നിന്നും ഉണ്ടാവില്ല. ഈസ് ദ ബാലൻസ് പോയിന്റ് അഫക്റ്റഡ് ബൈ ദ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് ദ ഡ്രൈവർ സെൽ? അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബാലൻസ് പോയിന്റുമായിട്ട് യാതൊരു വിധത്തിലും അത് അഫക്റ്റഡ് ആകത്തില്ല എന്നുള്ള കാര്യം ഓർക്കുക. ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് ദ സെൽ. ഇ, would the method work in the above situation if the drive cell of the potentiometer had an EMF 1 volt instead of 2 volt? അപ്പോൾ നമ്മൾ ഈ 2 വോൾട്ടിന് പകരമായിട്ട് പ്രൈമറി സെല്ലിലെ EMF ഇ എന്ന് പറയുന്നത് ഈസ് ലെസ് കമ്പയർഡ് ടു ദ സെക്കൻഡറിയിലുള്ള EMF. അങ്ങനെ വരുമ്പോൾ നമുക്ക് ബാലൻസ് ലെങ്ത് വിത്തിൻ ദ ലിമിറ്റ് എ ബിയിൽ കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ദ സർക്യൂട്ട് വുഡ് നോട്ട് വർക്ക്. ഫോർ എക്സ്ട്രീംലി സ്മോൾ EMF നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാതെ വരുമെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ എപ്പോഴും സെക്കൻഡറിയുടെ സെല്ലിൻ്റെ EMF പ്രൈമറി സെല്ലിനേക്കാളും കുറഞ്ഞിരിക്കണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് എഫ്, would the circuit work well for determining an extremely small EMF, say of the order of few millivolt? If not, how will you modify the circuit? അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കാര്യം, വളരെ ചെറിയ വാല്യൂവിലേക്ക് നമുക്ക് ബാലൻസ് ചെയ്തെടുക്കേണ്ടി വരുമ്പോൾ ആ ബാലൻസിങ് പോയിന്റ് എയുടെ വളരെ നിയറസ്റ്റ് ആയിട്ട് അത് വരുന്നു. അതുകൊണ്ട് തന്നെ എറർ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ അത് പോസിബിൾ ആകണമെങ്കിൽ, അപ്പം എറർ വളരെ കൂടുതലായതുകൊണ്ട് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. പക്ഷേ അത് പോസിബിൾ ആകും ഇഫ് നമ്മൾ ഇതിൻ്റെ പ്രൈമറി സർക്യൂട്ടിൽ ഒരു ഹൈ റെസിസ്റ്റൻസ് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ എ ബിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന പൊട്ടൻഷ്യൽ ഡ്രോപ്പ് കുറച്ച് കഴിഞ്ഞാൽ. സോ ദാറ്റ് ഈസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. സോ നമുക്ക് പൊട്ടൻഷ്യോമീറ്ററിൻ്റെ സെൻസിറ്റിവിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ മെഷർ that very low potentials. So that is the very important concept. So we can move with the question number 23. Figure shows a potentiometer circuit for comparison of two resistances. The balance point with the standard resistor R is 10 ohm is found to be 58.3, while that with the unknown resistance X is 68.5 centimeter. Determine the value of X. What might you do if you failed to find the balance point with the given cell of EMF E? അപ്പോൾ നമ്മുടെ ആദ്യത്തെ കേസ് വരുമ്പോൾ നമുക്ക് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നുള്ള കൺസെപ്റ്റ് ഉപയോഗിക്കാം. അപ്പോൾ ആദ്യത്തെ കേസിൽ രണ്ടാമത്തെ കേസ് V1/V2 എന്ന് പറയുന്നത് L1/L2 ആയിട്ട് എടുക്കാം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് എന്നുള്ളത്. അപ്പോൾ രണ്ട് കേസസ് ആയിട്ട് നമുക്ക് IR/IX എന്ന് പറയുന്നത് സിമ്പിളായിട്ട് L1/L2 ആയിട്ട് നമുക്ക് പറയാം. സോ ബേസ്ഡ് ഓൺ ദാറ്റ് X is equal to R into L2/L1. That is equal to 10 into that 68.5 by 58.3. So that is equal to 11.75 ohm. ഇത് എന്തുകൊണ്ടാണ് ഫെയിൽ ചെയ്യാൻ സാധ്യത വരുന്നത്? അവിടെ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ, പ്രൈമറി സെല്ലിലെ EMF എന്ന് പറയുന്നത് ഈസ് ലെസ് കമ്പയർഡ് ടു ദ സെക്കൻഡറി. അത് വരുമ്പോൾ മാത്രമേ. അപ്പോൾ നമ്മുടെ പ്രൈമറി സെല്ലിൻ്റെ EMF കൂട്ടുകയാണെങ്കിൽ അത് നമുക്ക് ബാലൻസ് പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ വി ക്യാൻ മൂവ് വിത്ത് ദ ക്വസ്റ്റ്യൻ നമ്പർ 24. Figure shows 2 volt potentiometer used for the determination of internal resistance of 1.5 volt cell. The balance point of the cell in open circuit is 76.3. When a resistor of 9.5 ohm is used in the external circuit of the cell, the balance point shifts to 64.8 centimeter length of the potentiometer wire. Determine the internal resistance of the wire. We know the equation as R is equal to L1/L2 minus 1 into capital R. So that is equal to ഫസ്റ്റ് കേസിൽ 76.3 ആണ്, രണ്ടാമത്തെ കേസിൽ 64.8 ആണ്. That minus 1 into the capital R as 9.5. So that is equal to 0.177 into 9.5. So that is equal to 1.686 ohm. So that is very important one. അപ്പോൾ നമ്മുടെ കറണ്ട് ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യനുകളും ഡിസ്കസ് ചെയ്തു. ഒന്നുകൂടെ അത് വർക്കൗട്ട് ആക്കാൻ ശ്രദ്ധിക്കുക. ടേക്ക് കെയർ. ഗോഡ് ബ്ലസ് യു.